കഴിഞ്ഞ ദിവസം ഒരു PTA മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടി. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയുടെ PTA മീറ്റിംഗ് ആയിരുന്നു. ആ PTA മീറ്റിങ്ങിൽ അധ്യാപകർ പറയുന്നത് കേട്ട് പല രക്ഷിതാക്കളും അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൽ അവർ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്നും അധ്യാപകർക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അധ്യാപകരുടെ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരുന്നത് കുട്ടികളുടെ വികൃതികളും അവരുടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ കുറിച്ചായിരുന്നു. അതായത് കുട്ടികൾ അധ്യാപകരോട് പെരുമാറുന്ന രീതി, ഹോംവർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, അസൈൻമെൻറ്റ് വെച്ചില്ല, ഇതൊക്കെ പറയുമ്പോൾ അവർ ടീച്ചേഴ്സ് വെക്കാതെ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുമ്പം വെച്ചില്ല, അത് വെക്കാൻ പറ്റിയിട്ടില്ല, അത് എഴുതാൻ പറ്റിയിട്ടില്ല, ഇനി അത് വീട്ടിൽ വിളിച്ച് വലിയ സീനൊന്നും ആക്കണ്ട എന്ന് അധ്യാപകരോട് കയർക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അധ്യാപകരുടെ ഈ അവസ്ഥ, പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെ പേടിച്ചിരിക്കുക, അധ്യാപകർ ഒരു അടി തന്നാൽ തന്നെ അത് വീട്ടിൽ പറയില്ല. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അധ്യാപകരോട് കയർക്കുകയാണ്. ചില കുട്ടികൾ അധ്യാപകരോട് ചോദിക്കുന്നു, സാറെന്തിനാണ് തന്ത വൈബ് കാണിക്കുന്നത്? പിന്നെ ചിലർ ചോദിക്കുന്നു, ടീച്ചർ ഞങ്ങളുടെ കൂടെ ഒരു റീലെടുക്കാമോ? ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. അധ്യാപകരും രക്ഷിതാക്കളും ആകെ അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യും എന്നറിയാതെ. ഈ മീഡിയാസിൻ്റെ അതിപ്രസരമാണോ ഇത്? അല്ല, കുട്ടികളെ വളർത്തിയ അവരുടെ രക്ഷിതാക്കളുടെ പാകപ്പിഴകളോ? കൂടുതലും കാണുന്നത് ഏകദേശം 2020 ശേഷം, അതായത് കൊറോണയ്ക്ക് ശേഷമാണ് ഈ മാറ്റം കുട്ടികൾ കണ്ടു തുടങ്ങിയത്. അത് ഇപ്പോൾ കൂടിക്കൂടി വരുന്നതല്ലാതെ, എന്നാൽ 100% പേരും അതിനടിമകളാണ് എന്ന് പറയാൻ പറ്റില്ല. കൂടുതലും ഒരു അച്ചടക്കമില്ലായ്മ, അനുസരണയില്ലായ്മ എന്നുള്ളത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കാണുന്നു. അതിന് ഏകദേശം ഒരു 75-80% അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം. രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തിയ രീതി വ്യത്യസ്തമായിരുന്നു. പിന്നെ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസവും, ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെ വഷളാവാൻ കാരണം. അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് ചേർന്ന് വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ജനറേഷനിലുള്ള ഏകദേശം 50%-ഓളമെങ്കിലും രക്ഷിതാക്കൾ